CITU സമരത്തെ സഹായിക്കാനായി സർക്കാർ ആശാ വർക്കേഴ്സിന്റെ ട്രെയിനിംഗ് മാറ്റിവെച്ചതായി സന്ദേശം. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലെ ആശാ വർക്കേഴ്സ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് സന്ദേശം വന്നത്. എല്ലാവരും സമരത്തിൽ നിർബന്ധമായും പങ്കെടുക്കണമെന്ന് നിർദ്ദേശമുണ്ട്. സമരത്തിൽ പങ്കെടുക്കാത്തവരുടെ പേരെഴുതി നൽകണമെന്ന് യൂണിയൻ സെക്രട്ടറി പറഞ്ഞതായും സന്ദേശത്തിലുണ്ട്. തിങ്കളാഴ്ച തിരുവനന്തപുരത്താണ് ആശാ വർക്കേഴ്സ് ഫെഡറേഷന്റെ സമരപ്രഖ്യാപന റാലി. കൂട്ടുകാരെ, നമ്മളിപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും തന്നെ പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാണെന്ന് ചോദിച്ചാൽ, നമുക്ക് വേണ്ടിയിട്ട് തിങ്കളാഴ്ചത്തെ 18-ാം തീയതിത്തെ മുടിയോട് പോലും ഗവൺമെൻറ് നമുക്ക് മാറ്റി തന്നു, നമുക്ക് ഈ സമരത്തിൽ പങ്കെടുക്കാനായിട്ട്. അപ്പം നമ്മളെല്ലാവരും ഈ സമരത്തിൽ പങ്കെടുക്കേണ്ടതാണ്. നമ്മൾ CIT ആയിട്ട് നമ്മൾ യൂണിയനായിട്ട് യോജിച്ചിരിക്കുന്നവരെല്ലാം ആ സമരത്തിൽ പങ്കെടുക്കണം. ഇനിയിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാന്ന് പറഞ്ഞാലും എല്ലാവരും പോകാതെ തന്നെ നിൽക്കുകയല്ലേ ഇവിടെ. ആരും അവർ വേറെ പാർട്ടിയാണെന്നാലും അപ്പുറത്ത് അവർ പോയിരുന്ന് സമരം ചെയ്യുന്നിടത്തൊന്നും നമ്മളാരും പോയില്ല. അങ്ങനെ നമ്മളാരും അവരുമായിട്ടും സഹകരിച്ചിട്ടില്ല. ഇപ്പം നമ്മളതായിട്ട് നമ്മൾ പോകുന്ന രീതി പോകുമ്പോൾ അതിനും നമ്മൾ സഹകരിക്കാതിരുന്നാൽ അത് പറ്റുന്ന ഒരു രീതിയല്ല. അത് നമ്മൾ വണ്ടിക്കൂലി ഒന്നും മുടക്കണ്ട. നമ്മൾ 250 ഒരാഴ്ച നമ്മുടെ പ്രവർത്തന ഫണ്ടും ഒരു വർഷത്തെ ഇതും പറഞ്ഞിട്ടില്ലേ, ആ 250 രൂപ മാത്രം നമ്മൾ കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ ചെലവ് കാശും. സനിസ ശോഭ ചന്ദ്രൻ ചേരുന്നു. സനിസ, വിവരങ്ങൾ. ധന്യ, കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലെ ആശാ വർക്കേഴ്സ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഇത്തരത്തിലൊരു സന്ദേശം വന്നിരിക്കുന്നത്. CITU സമരത്തെ സഹായിക്കാനായി സർക്കാർ തന്നെ ആശാ വർക്കേഴ്സിന്റെ ട്രെയിനിംഗ് മാറ്റിവെച്ചതായിട്ടാണ് ഈ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സന്ദേശം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇടപെടൽ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും സമരത്തിൽ നിർബന്ധമായി പങ്കെടുക്കണമെന്നും സന്ദേശത്തിൽ വ്യക്തമാണ്. അതുപോലെ തന്നെ ഈ സമരത്തിൽ പങ്കെടുക്കാത്തവരുടെ പേരെഴുതി യൂണിയൻ ഓഫീസിൽ നൽകണമെന്ന് യൂണിയൻ സെക്രട്ടറി പറഞ്ഞതായും സന്ദേശത്തിലുണ്ട്. അപ്പോൾ തന്നെ ഒരു നിർബന്ധപൂർവ്വം എല്ലാവരെയും പങ്കെടുപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ സന്ദേശത്തിന് പുറകിലുള്ളത് എന്നത് വ്യക്തമാണ്. ആശാ വർക്കർമാരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക, മിനിമം കൂലി, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, അതുപോലെ തന്നെ NHM സ്ഥിരം സർക്കാർ സംവിധാനമാക്കുക, ആശാ വർക്കർമാരുടെ സേവന വേതന വ്യവസ്ഥകൾ ഇന്ത്യയാകെ ഏകീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇത്തരത്തിൽ ഈ ഒരു CITU സമരം സംഘടിപ്പിക്കുന്നത്. ഈ സമരത്തിൽ എളമരം കരീം, അതുപോലെ തന്നെ J മേഴ്സിക്കുട്ടി അമ്മ, CS സുജാത അടങ്ങിയ ഇടത് നേതാക്കളും പങ്കെടുക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിലെ ഒരു കോൺട്രാഡിക്ഷൻ എന്താണെന്ന് വെച്ചാൽ KASWA 20-ന് NHM ഓഫീസിൽ മാർച്ച് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ CITU സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് വരുന്നത്. അത് മാത്രമല്ല, വർഷങ്ങളായി ഇത്തരത്തിൽ KASWA ഇതേ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ സമരങ്ങൾ സംഘടിപ്പിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ അവർക്ക് ആ സമരങ്ങൾ ഉള്ള ദിവസം തന്നെ ഇത്തരത്തിൽ ട്രെയിനിങ്ങുകൾ നടക്കുന്നതും അവർക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റാത്തതുമായി നിരവധി പ്രശ്നങ്ങൾ അവരുടെ ഒരു സമര സമയത്ത് അവർ നേരിട്ടിരുന്നു. എന്നാൽ ഇത്തരത്തിൽ CITU ഒരു സമരം സംഘടിപ്പിക്കുന്ന സമയത്ത് സർക്കാർ തന്നെ ഇടപെട്ട് അവർക്ക് അത് ആ ട്രെയിനിങ് മാറ്റി കൊടുക്കുന്നതായിട്ടാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ KASWA അവരുടെ എതിർപ്പും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ധന്യ.